ശ്രദ്ധിക്കും. 7 മാർക്കിൻ്റെ ഒരു ഗംഭീര ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. ഇതിൻ്റെ ബേസ് പറയുന്നത് മേക്ക് ഓർ ബൈ ഡിസിഷൻ മാർജിനൽ കോസ്റ്റിങ്ങിലാണ്. യുവർ ഹോം ലിമിറ്റഡ് ഒരു കമ്പനിയുടെ പേരാണ്. മാനുഫാക്ചറിങ് കിച്ചൺ, ശ്രദ്ധിക്കണം. കിച്ചൺ അപ്ലയൻസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 4 കോമ്പണൻ്റ് ആണ്. ഈച്ച് കോമ്പണന്റ് ക്യാൻ എയ്തർ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ഹൗസ് ഓർ പർച്ചേസ്ഡ് ഫ്രം എക്സ്റ്റേണൽ സപ്ലയർ. അങ്ങനെ പറഞ്ഞാൽ ഈ ABCD എന്നുള്ളത് ഈ 4 ഉപയോഗിച്ചിട്ടാണ് കിച്ചൺ അപ്ലയൻസ് ഉണ്ടാക്കുന്നത്. അത് പുറത്തുനിന്ന് മേടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്വന്തമായി ഉണ്ടാക്കാം. നമുക്കൊരു വർഷം എന്ന് വിചാരിക്കുക. ഡീറ്റെയിൽസ് മാർക്കറ്റിംഗ് അതർ ഇൻഫർമേഷൻ ഓഫ് ദ കമ്പനി ആസ് ഗിവൺ ബിലോ. ഒരു വർഷം ഇവർക്ക് ആവശ്യമായിട്ടുള്ള യൂണിറ്റാണിത്. എത്ര യൂണിറ്റ് A വേണം? 3000. എത്ര യൂണിറ്റ് B വേണം? 3500. ഞാൻ പറഞ്ഞു റെസ്പോണ്ട് ചെയ്യാം. എത്ര യൂണിറ്റ് C വേണം? 2000. എത്ര യൂണിറ്റ് D വേണം? 3000. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര വേണം? 120. ഡയറക്റ്റ് ലേബർ 60. ഡയറക്റ്റ് എക്സ്പെൻസ് ശ്രദ്ധിക്കണം, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ₹40 പെർ മിഷൻ അവർ ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മിഷൻ അവർ ഇൻറ്റു 40 അടിച്ചതാണ് എത്ര? 80. അപ്പൊ ഇതിന്റെ മിഷൻ അവർ ഇവിടെ നിന്ന് കാണാം. എത്രയാ? 80 ഡിവൈഡ് ബൈ 40 എത്ര? 2 മണിക്കൂർ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സാധനം. അതേപോലെ ഇതിന്റെ ഒക്കെ കാണാം. ഇത് എത്ര? 60 ഡിവൈഡ് ബൈ 40 എത്ര? 1.5. 80 ഡിവൈഡ് ബൈ 40 വീണ്ടും 2. 80 ഡിവൈഡ് ബൈ 40 എത്ര? 2. അപ്പൊ 2 1.5 2 2. ഇങ്ങനെയാണ് എന്ത് മിഷൻ അവേഴ്സ്. ഫിക്സഡ് കോസ്റ്റ് 40 40 30 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ? ഒരു യൂണിറ്റിനാന്ന് വിചാരിക്കാം. ഇവിടെ എഴുതിയിട്ട് വിചാരിക്കേണ്ട, വേറെ യൂണിറ്റാണ്. നമുക്ക് ഒരു യൂണിറ്റാണ്. അപ്പൊ ടോട്ടൽ അങ്ങനെ എന്താണ് കോസ്റ്റ് എത്ര വരുന്നത്? 400 320 380 330. അതിന് വാരിയബിൾ കോസ്റ്റ് പറയുമ്പോൾ ഏതായിരിക്കും? 40 ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഇവിടെ 260. പിന്നെ മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ട്. ടോട്ടലോ 300 320 400 270. അപ്പൊ ഇതിന്റെ നിങ്ങൾക്കറിയാം, ഒരു മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ലിമിറ്റിംഗ് ഫാക്ടർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റാങ്ക് ചെയ്യേണ്ടി വരും പ്രൊഡക്റ്റുകൾ. റാങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അറിയണം. ഇവിടെ ബേസ് ഏതാണ്? മിഷൻ അവർ ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പൊ ഏതറിയേണ്ടി വരും? കോൺട്രിബ്യൂഷൻ പെർ ഏതാണ്? മിഷൻ അവർ എഴുതാൻ. കോൺട്രിബ്യൂഷൻ പെർ മിഷൻ അവർ എഴുതാൻ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം കോൺട്രിബ്യൂഷൻ അറിയണം, ഡിവൈഡഡ് ബൈ മിഷൻ അവർ. അങ്ങനെ ചെയ്താൽ കിട്ടും. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ 300 എന്ത് ലെസ് ചെയ്താൽ മതി? വാരിയബിൾ കോസ്റ്റുകൾ മാത്രം ലെസ് ചെയ്താൽ കിട്ടും. ക്ലിയർ? അപ്പൊ അതൊന്നും എഴുതി വെക്കേണ്ടി വരും. അതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം, ബാക്കി വായിക്കാം. There are constraints in the mission time manufacturing all the components. The total mission hour available എത്രയേ ഉള്ളൂ? നമ്മുടെ കയ്യിൽ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ഹവേഴ്സ് എത്രയേ ഉള്ളൂ? 12,000 ഹവേഴ്സ് ഉള്ളൂ. അടുത്ത, if it is possible to use the mission time in a second shift which will attract 20% extra wage and other fixed overhead 6,000 രൂപ for every 1,000 hours for further off. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ ഈ 12,000 ഹവേഴ്സ് ഇവിടെ ഉണ്ട്. ഇനി അതുകൊണ്ട് നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് തികയാതെ വന്നാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓവർ ടൈം വർക്ക് ചെയ്യാം. ഓവർ അല്ലെങ്കിൽ സെക്കൻഡ് ഷിഫ്റ്റ്, ദാറ്റ് മീൻസ് ഓവർ ടൈം. ഇപ്പൊ കാലത്ത് 9 എന്താണ് 5 ടൈം. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രിയിൽ ഒരു ഷിഫ്റ്റ് ആണ് പോകുക. അപ്പൊ അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ എമൗണ്ട് എത്ര കൊടുക്കേണ്ടി വരും? 20%. മാത്രമല്ല ഫിക്സഡ് ഓവർഹെഡും എത്ര കൂടും? 6,000. ഈ 6,000 കൂടുന്ന കാര്യം ശ്രദ്ധിക്കണം. 1,000 ഹവേഴ്സിനാണ് 6,000. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പൊ 2,000 ഹവേഴ്സ് ആണെങ്കിൽ എത്ര വരും? 12,000 വരും. 2,500 ആണെങ്കിൽ എത്ര വരാം? 13,000. പാർട്ട് thereof ഓർക്കണ്ട. ഓക്കെ അല്ലേ? അപ്പൊ 1,000 മൊത്തമായിട്ട് കൂടണമെന്നില്ല. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് പലയിടത്ത്. പാർട്ട് thereof. ഓക്കെ, സെമി വാരിയബിൾ ഓവർഹെഡ് ഒക്കെ ബഡ്ജറ്റിംഗിൽ പഠിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ based on the above situation, you are required to determine the most cost effective make or buy decision for the 4 component. Please support your answer with the relevant workings. The last പറയുന്ന students need not work out the complete profitable statement. ലാസ്റ്റ് മൊത്തം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഡാറ്റ ഒക്കെ മനസ്സിലില്ലേ?
ഞാൻ പെട്ടെന്ന് ആൻസർ കാണിച്ചു തരട്ടെ. സിമ്പിൾ പരിപാടിയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ മെയിൻ സാധനം എന്താ ക്വസ്റ്റ്യൻ്റെ മെയിൻ പാർട്ട് എന്താ? ഡിറ്റർമിനേഷൻ ഓഫ് മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. ABCDയുടെ ഏതാണ് പുറത്തുനിന്ന് എന്ത് ചെയ്യേണ്ടത്, മേടിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുമ്പോൾ കൺസിഡർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് 1 ഞാൻ പറഞ്ഞിരുന്നു, എന്ത് കാണണം? റാങ്ക് ചെയ്യണം. ഇതിലേതാണ് നമുക്ക് വാല്യുബിൾ പ്രൊഡക്റ്റ്, ലെസ് വാല്യുബിൾ പ്രൊഡക്റ്റ് എന്ന് അറിയണം. റാങ്ക് ചെയ്യണം. അപ്പോൾ എന്താ ഹെഡിങ് എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ പെർ ഹവർ ആൻഡ് ഏതാണ്? റാങ്കിങ്. അപ്പോൾ ആദ്യം കോൺട്രിബ്യൂഷൻ കാണണം പെർ യൂണിറ്റ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് മൈനസ് ഏതാണ്? വാല്യുബിൾ കോസ്റ്റ്. വാല്യുബിൾ കോസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മുകളിൽ ഏത് ഫിക്സഡ് കോസ്റ്റ് ഒഴിവാക്കിയിട്ട് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വാല്യുബിൾ കോസ്റ്റ് കിട്ടും. അപ്പോൾ എത്ര വരും ഇവിടെ? 40, 40, 50, പിന്നെ ഏതാണ്? 10. ശ്രദ്ധിക്കണം, -10 എന്ന് ഡി പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഡി നിങ്ങൾ ഉണ്ടാക്കുമോ? 10 റുപ്യക്ക് നഷ്ടത്തിൽ ഉണ്ടാക്കില്ലല്ലോ. അതിലും നല്ലത് നിങ്ങൾക്ക് എന്താ? നമുക്ക് ഉണ്ടാക്കാൻ എത്ര രൂപ വാല്യുബിൾ കോസ്റ്റ് തന്നെ വരും? 250. എന്നത് മേടിക്കാൻ എത്ര വരുള്ളൂ? 270. അപ്പൊ ഇതിന്റെ റോൾ അവിടെ അവസാനിച്ചു. ഇതിന്റെ ഡിസിഷൻ എന്താണ്? മേക്ക് ഓർ ബൈ. ഏതാ? ബൈ. അപ്പൊ അതാണ് ബൈ ഓൾ 3000 യൂണിറ്റ്. ഡിയുടെ അവിടെ പോയി നോക്കും, ഡിക്ക് എത്ര യൂണിറ്റ് ആവശ്യമുള്ളത് ടോട്ടൽ. ഓക്കെ അല്ലേ? അത് മൊത്തം എന്ത് ചെയ്യട്ടെ? മേടിക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പൊ അത് തീരുമാനമായില്ലേ? അതിന് റാങ്കിങ്ങിന് ഇനി പരിഗണിക്കണോ? വേണ്ട. പിന്നെ നമ്മൾ ഓൾറെഡി കണ്ടെത്തി മിഷൻ അവർ, ഞാൻ പറഞ്ഞത് എങ്ങനെ കണ്ടത് അല്ലെ? 80/40, 60/40 അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 2 hours. ഇവിടെ 1.5 പിന്നെ 2. പിന്നെ ഈസിയാണ്. കോൺട്രിബ്യൂഷൻ പെർ അവർ കാണാനുള്ള ഇക്വേഷൻ എന്താ പറയുക? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ മിഷൻ അവർ. അങ്ങനെ കണ്ടു. ഓക്കെ അല്ലേ? അങ്ങനെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ പെർ ഹവർ വരുന്നത് ഇതിനാണ്, ബിക്കാണ്. അപ്പോൾ ഇത് റാങ്ക് ഏതാ? 1. പിന്നെ ആർക്കാണ്? സിക്കാണ്. പിന്നെ ആർക്കാണ്? എക്കാണ്. റാങ്ക് ചെയ്തു. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇത് 12,000 ഹവറിൽ നമ്മൾ ആദ്യം ഏതാ പ്രൊഡ്യൂസ് ചെയ്യുക? ഏറ്റവും കൂടുതൽ റാങ്ക് കൂടിയത് ഏതാണോ അത് പ്രൊഡ്യൂസ് ചെയ്യും. ഏറ്റവും കൂടുതൽ റാങ്ക് കൂടിയത് ഏതാണ്? ബി ആണ്. ഓക്കെ അല്ലേ? എത്രയാണ് ബിയുടെ ക്വസ്റ്റ്യൻ നോക്കി പറയണം. ബിക്ക് വേണ്ട ഡിമാൻഡ് എത്രയാണ്? 3500. ഒരു യൂണിറ്റ് ബി ഉണ്ടാക്കാൻ എത്ര അവർ വേണം? 2. അപ്പൊ 2 അല്ലേ? 1.5. അപ്പൊ എത്ര? 3500 × 1.5 എത്ര വേണം? 5250. അപ്പൊ പ്രൊഡക്റ്റ് മിക്സ് ആണ് നമ്മൾ പറയുന്നത്. 12,000 ഹവേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? യൂട്ടിലൈസേഷൻ ഓഫ് 12,000 ഹവേഴ്സ്. എങ്ങനെ 12,000 ഹവേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ബിക്ക് 5250. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ബി ഉണ്ടാക്കാൻ മൊത്തം മീറ്റ് ചെയ്യാനുള്ള എന്തുണ്ട്? ഹവർ നമ്മുടെ അടുത്തുണ്ട്. അടുത്ത ഏതാ ഉണ്ടാക്കുന്നത്? പിന്നെ നമ്മൾ സി ആണ്. സിക്ക് എത്രയാണ് യൂണിറ്റ്? 2000. ഒരു സി ഉണ്ടാക്കാൻ എത്ര വേണം? 2. അപ്പൊ എത്ര വരും? 4000. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും? കൂട്ടിയൊക്കെ 9250. ഇനി ശരിക്കും എ ഉണ്ടാക്കാൻ അല്ലെ? മൂന്നാമത്തെ റാങ്ക് എ അല്ലേ? എയുടെ ഡിമാൻഡ് എത്രയാണ് നോക്കിയാൽ? 3000 ഇൻറ്റു എത്രയാണ്? 2. അപ്പൊ എത്ര വേണം? 6000. അപ്പൊ 3000 യൂണിറ്റ് ഓഫ് എ ഉണ്ടാക്കണമെങ്കിൽ എത്ര അവേഴ്സ് വേണം? 6000 വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ ഇപ്പൊ അവർ? 2750 ഉള്ളൂ. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 1375. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ? അപ്പൊ മറ്റതൊക്കെ മൾട്ടിപ്പിൾ ചെയ്ത് ഡയറക്റ്റ് ആണ്, ഇത് നേരെ തിരിച്ചാണ് വരിക എന്നുള്ളതാണ്. കുഴപ്പമില്ലല്ലോ? യെസ്. അപ്പൊ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മൊത്തം എക്ക് എത്ര യൂണിറ്റാ വേണ്ടത് മാർക്കറ്റിൽ? 3000 അല്ലേ? പക്ഷെ നമുക്കിപ്പോൾ ഈ അവൈലബിൾ ആയ 2750 ഹവേഴ്സ് വെച്ചിട്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ? 1375. അപ്പൊ എത്ര ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുണ്ട്? 1625. സ്വാഭാവികമായിട്ടും ഇത് എന്ത് ചെയ്യേണ്ടി വരും? അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനമായില്ലപ്പോ അല്ലേ? എങ്ങനെ തീരുമാനമായത് നിങ്ങൾ പറയും? ഡി ഫസ്റ്റ് തീരുമാനം. ഡി എന്താ? ബൈ. ഇനി എ ബി സി ഉണ്ട്. അതിൽ ബിക്കും സിക്കുള്ള ഫുൾ അവർ നമ്മുടെ അടുത്ത് ഉണ്ട്. ഇനി എക്ക് 1375 ഉണ്ടാക്കാനുണ്ട്. പക്ഷെ എത്ര ഉള്ള? 1625. അപ്പൊ ഈ 1625 ഉണ്ടാക്കാൻ ഇനി എത്ര ഹവേഴ്സ് വേണം നമുക്ക്? 3250. ഈ 3250 ഹവേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യും. അപ്പൊ വായിച്ചു നോക്കത്. ബാലൻസ് ഓഫ് എ 1625 എങ്ങനെ കിട്ടി? ക്യാൻ ബി മാനുഫാക്ചർഡ് ഇൻ സെക്കൻഡ് ഷിഫ്റ്റ്.
അപ്പം അതിൻ്റെ മെഷീൻ ഹവർ റിക്വയർഡ് എത്രയാണ്? 3250 ഹവേഴ്സ്. ഓക്കെ ആണോ? മുന്നോട്ട് പോട്ടെ. കഴിഞ്ഞു. ഇനി അടിയിലൊരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവസാനിക്കും. എന്താ നമുക്ക് അറിയേണ്ടത്? കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ്. അപ്പോൾ അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കൂ. ഫൈനൽ ആൻസറായിട്ട് എഴുതാം. നോക്ക്, ABC. ഇത് ഫൈനൽ ആൻസർ കേട്ടോ. ഫൈനൽ ആൻസർ ABC. പിന്നെ ഏതാ? ഡി. എന്താ ഇവിടുത്തെ ഡിയുടെ ഡിസിഷൻ? എന്താ ഡിയുടെ ഡിസിഷൻ? ബൈ ചെയ്യാം അല്ലേ? സംശയമില്ലല്ലോ. എ എന്ത് ചെയ്യാം? മേക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ. അതേപോലെ ബി എന്ത് ചെയ്യാം? മേക്ക് ചെയ്യാം. സി എന്ത് ചെയ്യാം? മേക്ക് ചെയ്യണം, ബൈ ചെയ്യണം? നോക്കണം. സിക്ക് മേക്ക് ചെയ്യാം. അതിൽ സീനെ 2 ആക്കണം അല്ലേ? 1000 എത്ര ഉണ്ട്? ഏനാക്കണ്ട്. സോറി എന്താ ബി എന്ത് ചെയ്യണം? മേക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? പിന്നെ ഏതാ? സി എന്ത് ചെയ്യണം? മേക്ക് ചെയ്യണം. ഏന നമുക്ക് എന്ത് ചെയ്യാം? 1375 എന്ത് ചെയ്യണം? മേക്ക് ചെയ്യണം. ഇനി അടുത്ത എത്ര ഉണ്ട്? 1625. ഇത് മേക്ക് ചെയ്യണോ ബൈ ചെയ്യണോ എന്ന് തീരുമാനിക്കണം. ഓക്കെ ആണോ? ഇത് മേക്ക് ചെയ്യാനുള്ള കോസ്റ്റ് നമുക്കറിയാം. എത്ര ഉള്ളത് മേക്ക് ചെയ്യാനുള്ള കോസ്റ്റ്? കണ്ടെത്തണം. ഓക്കെ, അറിയാൻ പറഞ്ഞ ഓരോന്നും അറിയില്ല. ഓക്കെ, ഇപ്പം എത്ര യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന? 1625 അല്ലേ? ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര വരും? 120. ഓക്കെ അല്ലേ? ഒരെണ്ണത്തിന്. സംശയം ഉണ്ടാവും. നോക്കി നോക്ക്, ക്വസ്റ്റ്യൻ നോക്കിയോ അല്ലേ? കറക്റ്റ് അല്ലേ? ഡയറക്റ്റ് ലേബർ എത്ര വരും? അവിടെ എത്ര ഉള്ളത്? 60 അല്ലേ? പക്ഷെ ഇവിടെ 60 പറ്റൂല. ഇവിടെ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ 20% എന്ത് ചെയ്യണം? കൂടണം. 20% അല്ലേ? അപ്പോൾ എത്ര വരും? 120%. എത്ര രൂപ കൊടുക്കണം? 72 രൂപ കൊടുക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ. അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര? 80 പെർ യൂണിറ്റിന്. കുഴപ്പമില്ലല്ലോ. ടോട്ടൽ പെർ യൂണിറ്റ് കോസ്റ്റ് എത്ര വരും? 272. അങ്ങനെയാണെങ്കിൽ 1625 ഉണ്ടാക്കാൻ എത്ര വേണം? കാൽക്കുലേറ്റർ ചെയ്ത് നോക്കൂ. 4,42,000. എക്സ്ട്രാ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ? നമ്മൾ എത്ര എക്സ്ട്രാ യൂണിറ്റ് ഉണ്ടാക്കുന്നത്? ശ്രദ്ധിച്ചു പറയണം. 1625. 1000 യൂണിറ്റിനാണ് എത്ര രൂപ വരിക? 6000. പിന്നെ എത്ര ഉള്ളത്? എക്സ്ട്രാ വരുന്ന 625നും എത്ര വരും? 1000. ഓക്കെ അല്ലേ? ഹവേഴ്സ് ആണല്ലേ? ഓക്കെ സോറി, യൂണിറ്റ് അല്ല. അപ്പോൾ ടോട്ടൽ ഹവേഴ്സ് എത്ര വരാം? സോറി, 3250 ആണ്. ഈ 3250 എത്ര 1000 ഉണ്ട്? 3000. പിന്നെ ഒരു 250 ഉണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എത്ര രൂപ വെച്ച് കൊടുക്കേണ്ടി വരും? 6000 വെച്ച്. അപ്പോൾ അതാണ് 6000-ൻ്റേത് 4. മനസ്സിലായ? മാഷ് പറഞ്ഞ് യൂണിറ്റിനാണ്. 2000 തെറ്റുണ്ടോ? എന്തായിട്ട്? 1625 യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര അവേഴ്സ് വേണം? 3250. ക്വസ്റ്റിലേക്ക് പോവാം. ഇവിടെ പറയുന്നത് 6000 ആണ് ഓവർ വരെ എക്സ്ട്രാ. ഫോർ എത്രയാണ്? എവരി 1000 യൂണിറ്റ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പാർട്ട് ദെയറോഫും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3200 എത്രയാണ്? 50ൽ എത്ര? 3000ൽ എത്ര 1000 ഉണ്ട്? 3. പിന്നെ 250നും എന്ത് ചെയ്യണം? 6000 കൂട്ടണം. ഇനി എന്താ ഡൗട്ട്? എന്താ അതിരുന്ന? യെസ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 24,000. അപ്പോൾ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്? 4,66,000. ഒരു യൂണിറ്റിന് എത്ര വരാം? ഒരു യൂണിറ്റ് കാണണമെന്നില്ല ഇവിടെ, ടോട്ടലിലേക്ക് ആക്കിയില്ല. ഒരു യൂണിറ്റിന് എത്ര വരാം? എത്ര? 286. ഇത് മേടിക്കാൻ എത്ര വരാം? മേടിക്കാൻ എത്ര വരാം? 300. ഏതാ ലാഭം? മേക്ക് ചെയ്യാനാണ്. ഓക്കെ അല്ലേ? ഇവിടെ മാഷ് ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആൻസർ ചെയ്യാനുള്ള ഞാൻ ആക്കിയതോ. നോക്കി നോക്കൂ. ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് 4,60,000. ഒന്ന് പർച്ചേസ് ചെയ്യാണെന്ന് വിചാരിക്കാം. 300 റുപ്യയുടെ എത്ര വരും? 4,87,000. കൂടുതലല്ലേ? അപ്പോൾ 1625 യൂണിറ്റ് ഓഫ് എ ഷുഡ് ബി മാനുഫാക്ചർഡ് ഇൻ സെക്കൻഡ് ഷിഫ്റ്റ്. അപ്പോൾ ഇത് എന്ത് ചെയ്യേണ്ടത്? ഇതും എന്താ ചെയ്യേണ്ടത്? എവിടെ? മേക്ക്
എവിടെ സെക്കൻഡ് ഷിഫ്റ്റ്, രണ്ടാമത്തെ ഷിഫ്റ്റിൽ ഇത് എന്ത് ചെയ്യണം, മേക്ക് ചെയ്യണം. ഇതാണ് തീരുമാനം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കാണാനുള്ള എന്ത് വേണ്ട, സ്റ്റേറ്റ്മെൻറ്റ് വേണം. അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പർട്ടിക്കുലർ ABCD വരയ്ക്കുക. എന്നിട്ട് ഏതാണ് സെയിൽസ്, ഓക്കെ അല്ലേ, മൈനസ് ഏതാണ് വാരിയബിൾ കോസ്റ്റ്. അതിന് നമുക്ക് സെയിൽ ചെയ്യാനുള്ള പ്രൈസ് ഒന്നുണ്ടോ, ഇല്ലല്ലോ. ഇത് കോമ്പൗണ്ടിൻ്റെ കാര്യമല്ല പറഞ്ഞിട്ടുള്ളൂ, ഇത് പുറത്തേക്ക് വെക്കുന്നതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ. ഈ മാർക്കറ്റ് പ്രൈസ് പറഞ്ഞ എന്താ, മാർക്കറ്റിൽ നമുക്ക് മേടിക്കാനുള്ളതല്ലേ, അല്ലടാ. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. ദാറ്റ്സ് ഓൾ. ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ ഗ്യാപ്പ് വരാം. ഏതാ, ട്രാൻസ്ഫർ പ്രൈസ്. സിമ്പിൾ സാധനം. പിന്നെ ഞാൻ ചെയ്താൽ ഓർക്കുണ്ടാവും അല്ലേ, ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വായിക്കും എല്ലാവരും ഒരുമിച്ച് വായിക്കും. Gemini Electrical follow a cost plus pricing method for interdivisional transfer, where transfer price is calculated by adding an estimated return to the cost incurred by each division. എന്താ ഉദ്ദേശിച്ചത്, കോസ്റ്റിൽ ഏതൊക്കെ കോസ്റ്റ് ഉണ്ടാവും പറയും. കോസ്റ്റ് പ്ലസ് പറയുമ്പോൾ ഏതൊക്കെ കോസ്റ്റ് ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും, വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, പ്ലസ് ഏതാണ് ഒരു ഡിസൈഡ് റിട്ടേണും കൂടെ ആഡ് ചെയ്യാതെ ഉദ്ദേശിച്ചത്. The relevant portion of budget, fixed asset 5 ലക്ഷം, current asset other than debtors 3 ലക്ഷം, പിന്നെ debtors 2 ലക്ഷം കൊടുക്കണം. ഓക്കെ അല്ലേ. ആനുവൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദ ഡിവിഷൻ, ഫിക്സ്ഡ് കോസ്റ്റ് 8 ലക്ഷം. വാരിയബിൾ കോസ്റ്റ് ഒന്നുമില്ലാണ്ട് എടുത്ത് എഴുതിയാൽ മതി 10. ഓക്കെ, അടുത്തതാ ബഡ്ജറ്റഡ് വോളിയം. അപ്പോൾ 8 ലക്ഷം ഇത് മൊത്തം ഉണ്ട്. 4 ലക്ഷത്തിനാണെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര വരും, 8 ലക്ഷം ഡിവൈഡ് ബൈ 4 ലക്ഷം എത്ര വരും, 2. 2 രൂപയാണ് എന്ത് വരാം, ഫിക്സഡ് കോസ്റ്റ്. ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, 28%. ഓക്കെ അല്ലേ. യു ആർ റിക്വയർഡ് ടു ഡിറ്റർമിൻ ദ ട്രാൻസ്ഫർ പ്രൈസ് ഓഫ് ഡിവിഷൻ എ. അതാണ്. ഇനി അടുത്തൊരു സാധനം കൂടി ഉണ്ട് ഇവിടെ. ഏതാ, മറ്റൊരു ക്വസ്റ്റ്യൻ. സപ്പോസ് ഡിവിഷൻ എ സെൽ 20% of its output in the external market at a competitive price of ₹14 per unit. Discuss how this external selling price may influence the transfer price charged to other division, given that division A cannot increase the output beyond 4 lakh യൂണിറ്റിന് മുകളിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടാവില്ല, ജലോ ഇതേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്താ, ഈസിയാണ്. എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ എന്താ, ട്രാൻസ്ഫർ പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ എന്താ, കോസ്റ്റ് പ്ലസ് ഏതാണ് ഡിസൈഡ് പ്രോഫിറ്റ്. കോസ്റ്റ് ഏതൊക്കെയുണ്ട്, വാരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, പിന്നെ ഡിസൈഡ് പ്രോഫിറ്റ് ഉണ്ട്. വാരിയബിൾ കോസ്റ്റ് എത്ര ഉള്ളത്, 10 അല്ലേ. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റിന് മാഷൊരു ഇക്വേഷൻ ഇത് അവിടെ ഒരു ചെറിയ നോട്ട് എഴുതിയിട്ടുണ്ട്. 8 ലക്ഷം ഡിവൈഡ് നോട്ട് നമ്പർ 1, 8 ലക്ഷം ഡിവൈഡ് ബൈ 4 ലക്ഷം എത്ര കിട്ടും, 2. ഓക്കെ, പിന്നെ ഡിസൈഡ് പ്രോഫിറ്റ് പറയുമ്പോൾ എത്രയാണ്, 10 ലക്ഷത്തിന്റെ എത്ര ശതമാനം, 28%. ഈ 10 ലക്ഷം എന്നുള്ള എങ്ങനെ കിട്ടും, ഇതാ ഡെപ്റ്റേഴ്സ് എത്രയുണ്ട്, 5 ലക്ഷം. ഫിക്സഡ് അസറ്റ് എത്ര, 5 ലക്ഷം. കറണ്ട് അസറ്റ് എത്രയാണ്, ഇതൊക്കെ അസറ്റ് അല്ലേ. അപ്പൊ ടോട്ടൽ അസറ്റ് എടുത്താൽ പോരെ. ടോട്ടൽ അസറ്റ് എത്ര വരും, 10 ലക്ഷം. ആ 10 ലക്ഷത്തിന്റെ എത്ര ശതമാനം, 28%. അപ്പൊ എത്ര വരും, 2,80,000. ഈ 2,80,000 ഒരു യൂണിറ്റിൽ നിന്നാണോ, അല്ല. എത്ര യൂണിറ്റിൽ നിന്നാ, 4 ലക്ഷം യൂണിറ്റിൽ നിന്ന്. അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് എത്ര വരും, 0.70. മുകളിൽ എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് കിട്ടും, ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും. ഓക്കെ അല്ലേ. യെസ്. മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. അടുത്ത ഭാഗം എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കുക. നമ്പർ 2. എന്ന് ട്രൈ ചെയ്ത് നോക്കി. 2 കുറച്ച് സമയം തരാം.
ഓക്കെ അല്ലേ? ശ്രദ്ധിക്കും. എന്താണ് സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ ഞാനൊന്നുകൂടെ വായിക്കാം. സപ്പോർട്ട് ഡിവിഷൻ എ സെൽ 20% ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട് എക്സ്റ്റേണൽ മാർക്കറ്റ്. എത്ര രൂപയ്ക്കാണ്? 14 രൂപയ്ക്ക്. അത് തന്നെയാണ്. നോക്കിട്ടാ, ഇവിടെ തന്നെ എഴുതാണ്. നോക്ക്, സപ്പോസ് 20% ഓഫ് ഏതാണ്? ഔട്ട്പുട്ട്. അങ്ങനെ പറഞ്ഞാൽ എത്രയാണ്? 4 ലക്ഷത്തിൻ്റെ എത്ര ശതമാനം? 20%. എത്ര വരും? 80,000. ഇതെവിടേക്കാണ് വിൽക്കുന്നത്? ടു ഔട്ട്സൈഡ് അറ്റ് എത്ര രൂപയാ? 14 റുപ്പീസിനാണെങ്കിൽ പിന്നെ ചോദ്യം എന്താ? അപ്പോൾ എന്തായിരിക്കും എക്സ്റ്റേണൽ സെല്ലിംഗ് പ്രൈസ് മേ ഇൻഫ്ലുവൻസ് ട്രാൻസ്ഫർ പ്രൈസ് ചാർജ് ടു അതർ ഡിവിഷൻ? അതോ ഇതും കൂടെ നമ്മളെ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും ചോദിച്ചാൽ വേറെ പ്രശ്നം കൂടെ ഉണ്ട്. ഏക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 4 ലക്ഷത്തിൻ്റെ കൂടുതൽ യൂണിറ്റ് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പം നമ്മൾ ഈ 14 ആണെങ്കിൽ അവർ ചോദ്യം തരുന്നു, വാട്ട് വിൽ ബി ദ ട്രാൻസ്ഫർ പ്രൈസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ? ആ സിറ്റുവേഷനിൽ എന്തായിരിക്കും ട്രാൻസ്ഫർ പ്രൈസ് എന്നാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള പരിപാടി, ഈ 14 നമ്മൾ പുറത്തേക്ക് വിറ്റാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നോക്കുക. എന്നിട്ട് നമ്മുടെ ടോട്ടൽ ടാർഗറ്റ് കോസ്റ്റ് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാതെ മതി. ഞാൻ എന്ത് ചെയ്യുന്നില്ല, എഴുതണ്ട, വളരെ മാന്യമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സജസ്റ്റഡിൽ തന്നിട്ടുണ്ട്. നമുക്കത് നോക്കി എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ. ഫോർ ഏതാ? 3 അല്ലേ? ഓക്കെ അല്ലേ? വായിച്ചു നോക്കാം. ഇമ്പാക്റ്റ് ഓൺ ഏതാ? എക്സ്റ്റേണൽ സെയിൽസ് ഓൺ ഏതാണ്? ട്രാൻസ്ഫർ പ്രൈസ്. പുറത്തേക്ക് ഈ 4 ലക്ഷത്തിൻ്റെ 20% 80,000 വിൽക്കുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ദിസ് സെനാരിയോ ഡിവിഷൻ ഹാസ് എ ഡ്യുവൽ റോൾ, സെല്ലിംഗ് ഇൻറ്റേർണലി ആൻഡ് ഏതാണ്? എക്സ്റ്റേണലി. ഓക്കെ അല്ലേ? ഇൻറ്റേർണലി പറയുമ്പോൾ ട്രാൻസ്ഫർ പ്രൈസ് പുറത്തേക്ക് വെക്കുന്ന 14. അപ്പോൾ 2 ഉണ്ട്. ദ പ്രോബ്ലം സ്റ്റേറ്റ് ദാറ്റ് ഡിവിഷൻ എ കനോട്ട് ഇൻക്രീസ് ഔട്ട്പുട്ട്. 4 ലക്ഷത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ ഇംപ്ലൈ ദ കപ്പാസിറ്റി കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പം അനാലിസിസ് ഓഫ് എക്സ്റ്റേണൽ സെയിൽസ് ആണ് പറയുന്നത്. 80,000 യൂണിറ്റ് കുഴപ്പമില്ലല്ലോ. എത്ര രൂപയ്ക്കാ? 14. അപ്പോൾ നമ്മുടെ റിമൈനിങ് കപ്പാസിറ്റി എത്രയാണ്? 3,20,000. നോട്ട് ദ പോയിന്റ്. ഇനി നമുക്കൊരു റിവൈസ്ഡ് ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ദാവായിച്ചു, സിൻസ് ദ ഡിവിഷൻ സ്റ്റിൽ എയിം ടു അച്ചീവ് ദ സെയിം ഓവറോൾ റിട്ടേൺ. അവർക്കൊരു ഓവറോൾ റിട്ടേൺ ഇല്ലേ? എത്രയെന്ന്? 2,80,000. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുള്ളതല്ലേ? എത്ര? 10 ലക്ഷത്തിൻ്റെ 28%. അതവർക്ക് എന്ത് ചെയ്യണം? അറ്റൈൻ ചെയ്ത് നിർബന്ധം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 2,80,000 എവിടെ നിന്നൊക്കെ റിക്കവർ ചെയ്യേണ്ടത്? 80 പുറത്തേക്ക് വിറ്റതിൻ്റെ 80,000 എത്രയെന്ന് കാണാം. എന്നിട്ട് ബാക്കിയുള്ളത് 3,20,000 എന്ത് ചെയ്യണം? റിക്കവർ ചെയ്യണം. ഇതാണ് ലോജിക്. വായിക്കും. ഇഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ഫ്രം എക്സ്റ്റേണൽ സെയിൽസ് വിൽ ബി സബ്സിഡൈസ് ഓർ ആഫ്റ്റർ എഫക്ട് ദ പ്രൈസിങ് ചാർജ് ഇന്റേണൽ ഡിവിഷൻ. അത് പറഞ്ഞാൽ പുറത്തുനിന്ന് വിറ്റ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാവും നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ടോട്ടൽ റവന്യൂ എത്ര വരിക? 50,80,000. ഈ 50,80,000 എന്ന് പറഞ്ഞാൽ നമ്മളത് അങ്ങനെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ടോട്ടൽ സെയിൽസ് റവന്യൂ റിക്വയർഡ് ഏതൊക്കെയാണ്? നമുക്ക് എത്ര റവന്യൂ വേണം? സെയിൽസ് റവന്യൂ, ടോട്ടൽ കോസ്റ്റും പിന്നെ എത്ര വേണം? നമ്മുടെ റിക്വയർഡ് റിട്ടേൺ. ടോട്ടൽ കോസ്റ്റ് പറയുമ്പോൾ എത്ര വരാം? 48 ലക്ഷം. ഇങ്ങനെ 48 ലക്ഷം വരാം. ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും എത്ര നോക്കി നോക്കൂ. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് നമ്മുടെ? എത്ര? 8 ലക്ഷം പ്ലസ് വാരിയബിൾ കോസ്റ്റ് മൊത്തം 40. ക്ലിയർ അല്ലേ? അപ്പോൾ കുഴപ്പമില്ല. 48 ലക്ഷം
പിന്നെ ഏതാ ഡിസൈഡ് റിട്ടേൺ. അങ്ങനെ മൊത്തം എത്രയാണ്? 50,80,000 ആവണം നമ്മുടെ ടോട്ടൽ റവന്യൂ. റവന്യൂ പറയുമ്പോൾ സെയിൽസ്. അതില് അപ്പൊ ക്ലിയർ അല്ലേ? 50,80,000. ഈ 50,80,000 ഈ 50,80,000 നമ്മൾ പുറത്തേക്ക് എത്ര യൂണിറ്റ് വിൽക്കും? 80,000. എത്ര രൂപയ്ക്ക് വിൽക്കും? 14. അപ്പൊ എത്ര കിട്ടും? 11,20,000. ബാക്കി എത്ര എമൗണ്ടാണ് നമുക്ക് സെയിൽസ് ആയിട്ട് വേണ്ടത്? 39,60,000. ക്ലിയർ ആണോ? ആ എമൗണ്ട് നമ്മൾ ഏത് യൂണിറ്റിൽ നിന്ന് വേറെ എടുത്താൽ മതി? 3,20,000 നിന്ന് എടുത്താൽ നമ്മുടെ പ്രശ്നം തീരും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 39,60,000 ആയിരിക്കണം നമ്മുടെ ഏത് ട്രാൻസ്ഫർ പ്രൈസ്. അതെ, ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ കിട്ടണം? എക്സ്റ്റേണൽ സെയിൽ ചെയ്തിട്ടും പിന്നെ ഏതാണ്? ഇന്റേണൽ സെയിൽ ചെയ്തിട്ടും. എക്സ്റ്റേണൽ സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് എത്ര? 11,20,000. ബാക്കിയുള്ള 39,60,000 എവിടെ നിന്ന് കിട്ടണം? ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യുന്ന കിട്ടും. അപ്പൊ ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള യൂണിറ്റ് എത്ര? 3,20,000. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര ആവും? 12.375 ആവും. മുന്നേ എത്ര ചെയ്യുന്നത്? 12.38 ആയിട്ട് ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എക്സാമിന്. കണ്ടില്ലേ? ഓക്കെ, സജസ്റ്റഡിൽ തന്നതാണ്. കൺക്ലൂഷൻ ഇത്രേ ഉള്ളൂ. എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? 12.70 12.38 ആയിട്ട് എന്ത് ചെയ്യും? കുറയും. അപ്പൊ എക്സ്റ്റേണൽ സെയിൽ ചെയ്യുന്നത് എന്താണ്? ബെനിഫിഷ്യൽ ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ പോരാ, ഇനി വേറെ നോട്ടായിട്ട് വേണം? അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ പോരാ. ഇത് കംഫർട്ടബിൾ അല്ലേ? കുഴപ്പമില്ലാതെ തോന്നിയത് കൊണ്ട് ഞാൻ അത് ഇതാക്കി. ഓക്കെ, ദാറ്റ്സ് ഓൾ.